റോന്ത് എന്ന പേര് അന്വർത്ഥമാക്കുന്ന രാത്രികാല പട്രോളിംഗിനിടെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു ചിത്രമാണ് റോന്ത്. ഒരു സാധാരണ പോലീസ് ആക്ഷൻ സിനിമയായിരിക്കും എന്ന ധാരണയിൽ ചിത്രം കാണാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ആത്മാവ് തികച്ചും വ്യത്യസ്തമാണെന്ന് മനസ്സിലായി എന്നത് ശ്രദ്ധേയമാണ്. കഥാഘടനയും കഥാപാത്രങ്ങളും ഒരു എപ്പിസോഡിക് ശൈലിയിൽ മുന്നോട്ടു പോകുന്ന ചിത്രം ഓരോ സംഭവങ്ങളെയും ഒടുവിൽ ഒരു വലിയ വിഷയത്തിലേക്ക് എത്തിക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന സവിശേഷത. പുതുതായി ജോലിയിൽ പ്രവേശിച്ച, നന്മയിൽ വിശ്വസിക്കുന്ന, ആദർശശാലിയായ പോലീസ് ഓഫീസറായി റോഷൻ മാത്യുവും സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുന്ന പരിചയസമ്പന്നനായ ഓഫീസറായി ദിലീഷ് പോത്തനും എത്തുന്നു. ഈ രണ്ട് കഥാപാത്രങ്ങൾക്കിടയിലെ ആശയപരമായ ഏറ്റുമുട്ടലുകളാണ് സിനിമയുടെ ഹൈലൈറ്റ്. ഓരോ സീക്വൻസുകളിലൂടെയും നമ്മൾ ക്രമേണ അവർക്ക് അനുഭാവം തോന്നുകയും റോഷന്റെ കഥാപാത്രം വളരുകയും ദിലീഷ് പോത്തന്റെ കഥാപാത്രത്തിലെ അടരുകൾ പതിയെ വെളിപ്പെടുകയും ചെയ്യുന്നത് വളരെ മനോഹരമായി എഴുതിയിരിക്കുന്നു. പോസിറ്റീവുകൾ: റിയലിസം, അതിഭാവുകത്വമുള്ള സംഭാഷണങ്ങളോ സ്റ്റൈലൈസ്ഡ് വയലൻസോ ഇല്ലാത്ത ഒരു യാഥാർത്ഥ്യബോധമുള്ള ചിത്രമാണിത്. പോലീസ് ജീവിതം, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്നും അവരുടെ വെല്ലുവിളികളും ഉത്തരവാദിത്തങ്ങളും എന്താണെന്നും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ ചിത്രം സഹായിക്കുന്നു. ആധികാരികത: യഥാർത്ഥ പോലീസ് സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി ഷാഹി കബീർ കഥയെഴുതിയിരിക്കുന്നു എന്നത് ചിത്രത്തിന് ആധികാരികത നൽകുന്നു. നെഗറ്റീവുകൾ: ക്ലൈമാക്സിന് അല്പം വേഗത കൂടിയതായി തോന്നാം. ഷാഹി കബീർ മുമ്പ് ചെയ്ത സിനിമകളിലേതുപോലെയുള്ള ഒരു ക്ലൈമാക്സ് ആണെങ്കിലും മികച്ച നിർവഹണം കാരണം അത് സിനിമയെ കാര്യമായി ബാധിക്കുന്നില്ല. മൊത്തത്തിലുള്ള വിലയിരുത്തൽ: റോന്ത് എന്നത് പോലീസ് എന്ന പ്രൊഫഷനെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ ഒരു പരീക്ഷണമാകാം. നമ്മൾ കണ്ടുവന്ന ആക്ഷൻ ഹീറോ സ്റ്റീരിയോടൈപ്പുകളെ തകർക്കുന്ന, ചിന്തോദ്ദീപകവും ആകർഷകവും കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതുമായ ഒരു ചിത്രമാണ് റോന്ത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഈ റിവ്യൂവിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക.